പ്രേക്ഷകരെ, നിങ്ങൾ എന്നെ കാണുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന ഒരുപക്ഷെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേള എന്ന് നമ്മൾ പറയുന്ന കലോത്സവത്തിൻ്റെ വേദിയായ കൊല്ലത്തെ ആശ്രാമ മൈതാനിയിൽ നിന്നാണ്. അപ്പോൾ ഈ മോർണിംഗ് ഷോ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളുള്ള പ്രേക്ഷകർ നമുക്കുണ്ടാകും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചേക്കേറിയ കലാപ്രതിഭകളുണ്ടാകും. അവർക്കൊക്കെ പഴയ കാലത്തേക്കൊന്ന് മടങ്ങിപ്പോകാൻ ഈ മോർണിംഗ് ഷോ ഉപകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ ആൾക്കൂട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കി. എന്തൊരു ജനക്കൂട്ടമാണെന്നറിയോ കൊല്ലത്തിപ്പോൾ. ആശ്രാമ മൈതാനം കൊല്ലമൊക്കെ പൊതുവെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മുമ്പേ തന്നെ വന്ന രണ്ടുപേര് കൂടി എൻ്റെ കൂടെയുണ്ട്. അനുജ രാജേഷ്, പ്രവിത ലക്ഷ്മി. അനുജ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ് സാർ. അതിപ്പോ നാളെ കൊണ്ട് തീരുകയാണ്. നാളെ ഉച്ച 1 മണി അനുജ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ നാളെയോടെ തീരുന്നു. വളരെ പെട്ടെന്ന് ദിവസങ്ങൾ കടന്നുപോയി. 1 മണിക്ക് മത്സരങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം. ഓക്കെ, പ്രവിത ലക്ഷ്മിയുടെ ഒരു എക്സ്പീരിയൻസ് പഴയകാല പ്രതിഭയായിരുന്നല്ലോ. ഏതൊക്കെയായിരുന്നു നമ്മുടെ ഐറ്റംസ്? ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കന്നഡ റെസ്റ്റേഷൻ. അപ്പൊ എന്റെ ഐറ്റംസ് ഒന്നുമില്ല, വെറുതെ കാണാൻ പോകുന്നത്. സംഘനൃത്തം, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഇതായിരുന്നു ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. കാരണം ഇപ്പോഴത്തെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത്, ഇപ്പം ഞങ്ങളൊക്കെ മത്സരിച്ചിരുന്ന സമയത്ത് +2 വേറെ മത്സരം, ഹൈസ്കൂളിന് വേറെ മത്സരം, അത് വേറെ ദിവസങ്ങളിലാണ് ഹയർ സെക്കൻഡറിയുടെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരുന്നത്. രണ്ടും ഒരുമിച്ച് ഉള്ളപ്പം എനിക്ക് മത്സരിക്കാൻ പറ്റിയിട്ടില്ല. എനിക്കൊന്ന് ഞാൻ മത്സരിച്ച അടുത്ത വർഷം മുതലാണ് അങ്ങനെ ആക്കിയത്. അപ്പോൾ നമ്മൾ മൂന്ന് പേരൂടെ മോർണിംഗ് ഷോ ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പതുപോലെ അങ്ങ് തുടങ്ങിയേക്കാം. ലോകമെമ്പാടും ഇരുന്ന് ഈ തത്സമയം കാണുന്ന എല്ലാ പ്രേക്ഷകരെയും വർദ്ധിത വീര്യത്തോടെ ആവേശത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ അനുമതിയോടെ നമ്മൾ ഇവിടെ ആശ്രാമ മൈതാനിയിൽ ആരംഭിക്കുന്നു. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ, അനുജ രാജേഷ് ആൻഡ് പ്രവിത ലക്ഷ്മി. അപ്പോൾ നമുക്ക് അനുജ ഒരിക്കൽ കൂടി നമ്മൾ അനുജ ഇവിടെ ഈ വേദികളിലെല്ലാം പോയല്ലോ. അപ്പോൾ വേദികളിലൊക്കെ പോയി കഴിഞ്ഞപ്പം അനുജയുടെ ശ്രദ്ധയപ്പെട്ട കാര്യം എന്താ? ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചത് കൊല്ലത്താകുമ്പോൾ ഇങ്ങനെയായിരിക്കും എന്നൊരു സംശയം. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു സംശയം വന്നു എന്നറിയില്ല എസ് കെ. കാരണം കലാപാരമ്പര്യം, സാംസ്കാരിക പാരമ്പര്യം ഒക്കെ ഏറെയുള്ള കൊല്ലം ജില്ലയിലേക്ക് കലോത്സവം വരുമ്പോൾ സാറിന്റെ ജില്ലയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് പറഞ്ഞ ജില്ലയെന്ന് ഞാൻ പറയുന്നത്? സാറിന് അങ്ങനെ ഒരു ഉത്തരവുണ്ടോ? അല്ലെ, എനിക്ക് 2 ജില്ലകളോടാണ് എനിക്ക് എപ്പോഴും ഒരു മനസ്സുകൊണ്ടൊരു അടുപ്പം വരുന്നത്. ഒന്ന് തൃശ്ശൂർ, അവിടെ ഞാൻ അവിടെ പോയി കുറേ കാലം പെട്ടുപോയി, കുറച്ച് കാലം ജോലിയൊക്കെ ആയിട്ട് പോയി. പിന്നെ കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളെ ഇപ്പോൾ അപ്പൻ സാറ് പോലെ എന്നെ അണച്ചു നിർത്തിയ ഒത്തിരി ആൾക്കാർ ഇവിടെയുണ്ട് കൊല്ലത്ത്, ഓമാധവൻ ഉൾപ്പെടെ. അപ്പൊ പക്ഷേ അങ്ങനെ ഒരു സംശയം തുടക്കം മുതൽ കേട്ടത് കൊണ്ട് ആളുകൾക്ക് വരുമോ എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ആശ്രാമം മൈതാനം നിറഞ്ഞു കവിയുന്ന കാഴ്ചയാണ് നമ്മൾ ആദ്യ ദിവസം തന്നെ കണ്ടത് എന്നുള്ളതാണ്. പിന്നീട് ഇന്നലെയൊക്കെ ആയപ്പോഴും ശനിയാണ്, രാവിലെ മുതൽ തന്നെ ജനത്തിന്റെ ഇപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ. ആൾക്കൂട്ടത്തെ പേടിച്ചോ പ്രവിത? ഒരിക്കലും ഇല്ല. സാധാരണ സ്റ്റുഡിയോയിൽ സ്ഥിരീകരിച്ച മുറിയിലിരുന്ന് നമസ്കാരം എന്നൊക്കെ പറയുന്ന ആൾക്കാരാണല്ലോ നിങ്ങള്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ അങ്ങനെ വെയിലത്ത് ജോലി ചെയ്യാറില്ലല്ലോ. പക്ഷെ ഇവിടെ നല്ല പൊരി വെയിലാണ്. ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നമ്മള് നല്ല വെയിലത്താ നിൽക്കുന്നത്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്, അതേ ഉള്ളൂ. ഇവരൊക്കെ നടക്കാൻ വന്നാണോ? നമുക്കൊന്ന് ചോദിക്കാൻ അവരോട്. ഒരു സെക്കൻഡ് തന്നെ നടക്കാറിറങ്ങിയാണോ? എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് ഇവിടെ എത്തും. ആണോ? എന്താ പരിപാടി? തുണിക്കടയാണ്. എവിടെ? മൂന്നാംകുറ്റി എന്ന് പറയുന്നത്. ഇവിടെ 2 ക്ലബ്ബുണ്ട്. ഞങ്ങൾ ആശ്രമ പരിസരം പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മൈതാനം 56 ഏക്കർ. 56 ഏക്കർ നടന്നു തീർക്കുമോ? ഒരു റൗണ്ട് നടക്കുമ്പോൾ 2.5 കിലോമീറ്റർ. ഫുട്ബോൾ ക്ലബ്ബുണ്ട് ഞങ്ങൾക്ക്. പിന്നെ മോർണിംഗ് വാക്ക്. ഓക്കെ, എന്താ പേര്? താങ്കളുടെ പേര്? ക്യാമറമാനാണ്. ക്യാമറമാനാണോ? സ്റ്റുഡിയോ നടത്തുകയാണോ? നമ്മളോട് ചേർന്നോളൂ. പാട്ടൊക്കെ ഉണ്ടോ? ഒറ്റ ലൈൻ പാടിയാലോ? ഒറ്റ ലൈനേ പാടാൻ പറ്റും, സമയമില്ലാത്തോണ്ട്. പാടിക്കോളൂ, ഇനി നോക്കണ്ട. അവരെ ഓർത്താണോ? എങ്ങോട്ടാണെങ്ങോട്ടാടിയെടുക്കം നീ തനിച്ചല്ലേ, പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. നമ്മളെന്തിനാ പേടിക്കുന്നത്? ഓക്കെ, ഞാൻ കേരള മാപ്പിള അക്കാദമിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. ഓക്കെ, സാറിനെ കാണാൻ പണ്ടേ ഇഷ്ടമായിരുന്നു. ഓക്കെ, എവിടെ വീട്? എവിടെ? കോഴിക്കോട് കുന്നമംഗലം. കുന്നമംഗലമാണ്. സീക്കാരിക്കുട്ടി എന്നാണ് പേര്. മേദിനിക്ക് മുരടായ രാജർകളും കാവിക്കാരണവരാകയും മെത്ത ചിത്തിരമിൽ 10 ചെത്ത് ജല സിട്ട് കണ്ട മണിമംഗലം. മേദിനിക്ക് മുരടായ രാജർകളും മറ്റും പല തോഴിമാർ വന്നു നിന്നു ശ്രുതി താളമീട്ടി വരുന്നിതാ
വട്ടപ്പാട്ടുമായൊപ്പന. അപ്പൊ അങ്ങോട്ടങ്ങ് പോകണല്ലോ എന്നോട് ഒരു വരി എന്ന് പറഞ്ഞിട്ട്. ശരി ചേട്ടാ, സന്തോഷം സന്തോഷം. എനിക്കൊന്ന് ആ ചേട്ടൻ ഈ സാധനം ഉണ്ടല്ലോ, ഇത് മാറ്റി പിടിച്ചിരുന്നെങ്കിൽ കുറച്ച് നന്നായിട്ട് പാടിയത്. ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല, വെയിറ്റ് കൂടിപ്പോയി. അത് കാരണം മോഹൻലാലിൻ്റെ ഒന്ന് തോളൊക്കെ ചരിഞ്ഞായിരുന്നു. കുഴപ്പമില്ല, റെഡി. അപ്പം നമ്മളിപ്പോൾ ഇനി ഇവിടെ എന്തായിരിക്കും പ്രവിത? ഇന്ന് പ്രധാന വേദിയിൽ ഭരതനാട്യം നടക്കുന്നുണ്ട്, ഒപ്പം സംഘനൃത്തം. നമ്മുടെ പ്രധാന വേദി ഇതല്ലേ? അതെ, അതാണ് പ്രധാന വേദി. ONV സ്മൃതി എന്നാണ്. ഓക്കെ, നമുക്ക് സന്തോഷം വരുന്ന കാര്യമല്ലേ. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഇവര് പങ്കെടുക്കാൻ പോയി ഇതായി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ പെർഫോമൻസിലേക്ക് പോയല്ലോ. അപ്പോൾ അവരോട് തന്നെ ചോദിക്കാമല്ലേ, നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാ? സെക്കൻഡറി സ്കൂൾ. അപ്പോൾ എന്താ സംഭവം ചെയ്യാൻ പോകുന്നത്? ഓക്കെ, അപ്പോൾ ഇത് കിട്ടിയോ? എ ഗ്രേഡ് കിട്ടിയോ? ഓക്കെ, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോ മത്സരത്തിന്? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നമുക്ക്? ഓക്കെ, ആരാ പാടുന്നത്? അപ്പം മൈക്ക് വേണ്ടേ? ഓക്കെ, ഞാൻ പിടിച്ചു തരാം. ഓക്കെ, റെഡി. തുടങ്ങിക്കോളൂ. 1 2 3. മണിമക്കനാട്ടിലെ തിരുനൂറേ മഹിയാകെ സ്നേഹത്തിൻ മതിയോരേ. മണിമക്കനാട്ടിലെ തിരുനൂറേ മഹിയാകെ സ്നേഹത്തിൻ മതിയോരേ. അഹദോന്റെ മുത്ത് ഹബീബാരേ, അഹദോന്റെ മുത്ത് ഹബീബാരേ, ജഗമാകെ തിരു തൗഹീദുയർത്തിയ ശരഫേറും ത്വാഹ സലാം, ശരഫേറും ത്വാഹ സലാം. മണിമക്കനാട്ടിലെ തിരുനൂറേ മഹിയാകെ സ്നേഹത്തിൻ മതിയോരേ. മണിമക്കനാട്ടിലെ തിരുനൂറേ മഹിയാകെ സ്നേഹത്തിൻ മതിയോരേ. അപ്പോൾ എന്തായാലും സൂപ്പറായി കേട്ടോ, സന്തോഷം. അപ്പോൾ നിങ്ങളെയൊക്കെ കാണാം ഇനി. ഓക്കെ, അപ്പോൾ എവിടെയാ വീട്? എവിടെയാ? കാസർഗോഡ്. മകൻ നീ പങ്കെടുക്കുന്നുണ്ടല്ലേ? അനുജ, നമ്മൾ നീ എങ്ങോട്ടാ പോകുന്നത്? നടക്കാം അല്ലേ? അപ്പോൾ നമുക്ക് മറ്റുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ട് പതുക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കലോത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു സർ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് രാവിലെ മുതൽ വരാൻ സാധ്യതയുണ്ടല്ലേ? ഓക്കെ ഓക്കെ, ഓക്കെ. ഇന്നും അതേപോലെ തന്നെ ആകാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. പ്രവിത വെറുതെ നടക്കാണോ? അങ്ങനെയാണെങ്കിൽ മൈക്ക് പിടിച്ചു കൊടുക്കും. ഈ പെൺകുട്ടികളുടെ മോണോ ആക്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങോട്ട് പോയല്ലോ, വേദിയിലോട്ട് പോയല്ലോ. മോണോ ആക്ട് മിമിക്രി എന്നൊക്കെ പറയുന്ന SKN ജനപ്രിയ ഇനങ്ങൾ എന്ന പേരിലാണല്ലോ അറിയപ്പെടുന്നത്. അപ്പൊ ഇതിൽ പെൺകുട്ടികളുടെ മത്സരമുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കൂടുതൽ ആളുകൾ അത് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടാകും. കൈ കഴിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു വലിയൊരു സംഘം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 80 അംഗ ടീമിനെയൊക്കെ ഇവിടെ അയച്ചു എന്ന് പറയുമ്പോൾ ആൾക്കാർ കുറച്ച് സംശയം 80 പേരും അത് സ്റ്റുഡിയോ പൂട്ടിയിട്ട് വന്നതാണോ? പ്രവിത, എല്ലാവരും ചേർത്താണ് 80 പേര്. അപ്പോൾ ആവശ്യം വന്നാൽ ഈ ആൾക്കാർ തിരിച്ചും പോവും. നമ്മളെല്ലാം മൂവിങ് പ്രസൻറ്റേഴ്സാണ്. അപ്പോൾ ഇതാണ് പ്രധാന വേദി അല്ലേ? ഇവിടെയാണ് ഇത്രയും ആൾക്കൂട്ടം ഉള്ളത്. മറ്റു വേദികളിലൊക്കെ ഉണ്ട് മറ്റു വേദികളിലൊക്കെ ഉദ്ഘാടനം നടന്നത്. ഏതാണ്ട് 10,000 പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വേദിയാണിത്. 66 അടി വിസ്തീർണം, അങ്ങനെ എന്തൊക്കെയോ 66,000 അങ്ങനെ എന്തോ ആണ് അതിന്റെ ഒരു കറക്റ്റ് കണക്ക് എനിക്ക് അറിയില്ല. അപ്പൊ പക്ഷേ ആദ്യത്തെ ദിവസം SKN നമ്മൾ കണ്ടത് ഇത് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് സൈഡിലൊക്കെ ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പൊടി എങ്ങനെയുണ്ട്? പൊടി നല്ല പൊടി, എന്റെ വായിക്കകത്തൊക്കെ ശരിക്കും കയറിയായിരുന്നില്ല രാത്രി. പൊടി അത്യാവശ്യം പൊടി ഉണ്ടല്ലേ? നല്ല പൊടി. നിങ്ങൾക്ക് ടെൻഷനായോ? നല്ല പൊടിയാണ്, ഭയങ്കര ചൂടാണ്. പൊടിയും ചൂടും കൂടെ ഒരുമിച്ച് വരുമ്പോ ഉള്ള ആ ഒരു രസം എങ്ങനെയാണ്? അത് എൻജോയ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു മൊബൈൽ ഫോൺ എവിടെ ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് നന്നായിരുന്നു. അപ്പം
അല്ല കമന്റ്സ് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകര് നമ്മൾ ഈ കൊല്ലത്ത് വന്നപ്പോൾ കൊല്ലത്തെ പ്രേക്ഷകർ തന്നെ ചില കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അപ്പൊ നമ്മൾ നോക്കണ്ടേ? പിന്നെ എന്റെ സ്വന്തം നാട്ടുകാരാണ്. കലോത്സവം നടന്നിരുന്നു അന്ന് സാറ് അന്ന് ഞാൻ കണ്ടിരുന്നില്ല. ഞാൻ കൊല്ലത്തെ കലോത്സവത്തിൽ വന്നപ്പോഴേ എനിക്ക് താക്കോൽക്കുട്ടം ഇടി വളരെ ചരിത്ര പ്രസിദ്ധമായ ഇടി. അതെ സാറ് ഷെയർ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ആരൊക്കെയോ നമ്മുടെ പവലിയനിൽ വന്ന് സാറിനെ അറിയാമെന്ന് പറഞ്ഞ് സാറിനെ അന്വേഷിച്ചു. ഒരുപാട് ചിലപ്പോ നമ്മുടെ അമ്മാന്റെ മോനായിരിക്കും, പറയാൻ പറ്റത്തില്ല. വരണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും 24 ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് മനസ്സിലായി. ഒരുപാട് പ്രേക്ഷകർ വരുന്നുണ്ടായിരുന്നു, അവരുടെ ഫീഡ്ബാക്ക് നേരിട്ട് ലഭിക്കുന്നുണ്ടായിരുന്നു, സാറിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കലോത്സവത്തിനെത്തുമ്പോൾ അവരുടെ ആ സ്നേഹവും കൂടി തീർച്ചയായിട്ടും പ്രധാന വേദികളിലൊക്കെ നിങ്ങൾ എല്ലാ ഒരു സ്ഥലത്ത് എല്ലാ വേദികളിലും പോയി കഴിഞ്ഞോ? എല്ലാ വേദികളിലും പോയില്ല. നമ്മൾ കൂടുതലും ഇടയ്ക്കിടയ്ക്ക് ലൈവ് ഒക്കെ വേണ്ടി വരുന്നതുകൊണ്ട് ഇവിടെ തന്നെ കൂടുതലും ഈ പരിസരത്തൊക്കെ തന്നെ മാറി നിന്നൊക്കെയാണ് നമ്മുടെ മറ്റു പ്രതിനിധികൾ മറ്റു വേദികളിലൊക്കെ പോയവരുണ്ട്. ഓക്കെ, നമ്മുടെ പുതിയ വാർത്ത വല്ലതും വന്നിട്ടോ നമ്മുടെ മൊബൈലിൽ നോക്കാമോ? ഒപ്പം തന്നെ നടക്കുന്ന മറ്റ് മത്സരങ്ങൾ കൂടി പറയാമെന്ന് തോന്നുന്നു. അതായത് തമിഴ്നാട്ടിൽ നിന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട്. തമിഴ്നാട് പന്തല്ലൂരിലെ ഒരു പുലി ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. ഗൂഡല്ലൂരിലാണ് ആക്രമണം. അതെ, ആ പുലിക്കായിട്ട് തെരച്ചിൽ നടത്താൻ കുങ്കിയാനെ എത്തിച്ചു എന്നുള്ള ഏറ്റവും പുതിയ. സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുന്നു. ഈ പുലി ആക്രമണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്ന്. സമീർ, ഗുഡ് മോർണിംഗ്. ആശ്രമ മൈതാനത്തേക്ക് സ്വാഗതം. ഞങ്ങൾ 3 പേരുണ്ട്. ഓക്കെ, അനുജയുണ്ട്, പ്രവിത ലക്ഷ്മി ഉണ്ട്. ഓക്കെ, വെൽക്കം. താങ്കൾ തുടങ്ങാം. താങ്ക് യു എസ് കെ. ഞാനിപ്പോഴുള്ളത് ഈ പുലിയാക്രമണം ഉണ്ടായിരിക്കുന്ന പന്തല്ലൂരിലാണ്, ഗൂഡല്ലൂർ പന്തല്ലൂരിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ റോഡ് ഉപരോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വയനാട് ഗൂഡല്ലൂർ പാതയാണ് നാട്ടുകാർ ഉപരോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രദേശത്ത് പന്തല്ലൂർ ഒപ്പം തന്നെ ഗൂഡല്ലൂർ ഈ താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. DMK ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഈ ഹർത്താലിന് പിന്തുണ നൽകിയിട്ടുണ്ട്. ഇന്ന് 6 മണി മുതൽ തന്നെ ഇവിടെ സമരം സജീവമായി. ഇന്നലെ വൈകുന്നേരമാണ് ഒരു 3 വയസ്സുകാരി കുട്ടിയെ ഈ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്ന് നാട്ടുകാർ മണിക്കൂറുകളായി ഗതാഗതം തടഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ പുലിയെ വെടിവെച്ച് കൊല്ലുന്നത് വരെ സമരം തുടരുമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിൽ ഈ മരിച്ചിരിക്കുന്ന കുട്ടിയുടെ മൃതദേഹമുള്ളത് ഈ ഗൂഡല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിലാണ്. ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല. പുലിയെ പിടികൂടി കഴിഞ്ഞാൽ മാത്രമേ പോസ്റ്റ്മോർട്ടം അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ നാട്ടുകാർ പ്രധാനമായും പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ നിലവിൽ വനംവകുപ്പും സജീവമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഒരു 100 അംഗ ടീമാണ് ഇതിനായി തിരച്ചിൽ നടത്തുന്നത്. RRT ഒപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഇതിനായി തിരച്ചിൽ നടത്തുന്നുണ്ട്. നിലവിൽ 6 കൂടുകൾ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ ആനകൾക്ക് ഈ പുലിക്കായി തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി കുങ്കി ആനയെയും പ്രദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ചില നാട്ടുകാർ നമ്മോടൊപ്പം ചേരുകയാണ്. ഏതാണ്ട് എത്ര ആളുകളെയാണ് 6ഓളം ആളുകൾ ആക്രമിച്ചു കഴിഞ്ഞല്ലേ? ഇത് പറയുകയാണെങ്കിൽ ചേരമ്പാടി തൊട്ട് നമ്മളെ ഈ പന്തല്ലൂർ താലൂക്കിൽ തന്നെ ചുരുങ്ങിയത് ഒരു 60 ആളുണ്ടാവും. ആനയായിട്ടും കരടിയായിട്ടും പുള്ളിയായിട്ടും പിന്നെ പാമ്പായിട്ട് ഇങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ഇത് ഭയങ്കര കൊടൂരായിപ്പോയി. ഇതൊരു കുഞ്ഞുകുട്ടികൾ ഒന്നല്ല, ഇതിപ്പം 4ാമത്തെ കുഞ്ഞുകുട്ടിയാണ്. അതുമല്ലാതെ ഇന്നലെ ഞങ്ങളിവിടെ സമരം നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ 5:30 മണിക്ക് ഇവിടെ പടച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പെണ്ണിനെ കയറി വിടും. അവളെ കയ്യിൽ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് ഉള്ളത് കൊണ്ട് അവൾ കഴിച്ചിലായി, ഇല്ലെങ്കിൽ അവളും ഈ സ്ഥിതിയിലായിരുന്നു. ഈ വനംവകുപ്പൊക്കെ തിരച്ചിൽ നടത്തുന്നില്ല. വനവകുപ്പ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, അവർ വന്ന് ഇങ്ങനെ കാണും, പോവും, സമാധാനം പറയും. പിന്നെ കുറേ പറയും ഞങ്ങൾ കുറേ ആനകളെ കൊണ്ടുവരും, ഞാൻ ഇപ്പം ശരിയാക്കി തരാറി. പിന്നെ തോക്കെടുത്തിട്ട് വരും. ഇവിടെ എല്ലാവർക്കും കുറച്ചാൾക്ക് തോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോക്കാണെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ ആ തോക്കിലിടുന്ന ഉണ്ട ഏതാണെന്നറിയില്ല. പ്ലാസ്റ്റിക് ഉണ്ടല്ലേ, ആ ഉണ്ട ഇട്ടിട്ട് ആണ്ട് അടിക്കും. അത് ചാവുമോ? ഇത് എൻ്റെ കണ്ണിന് മുമ്പിൽ നടന്നതാണ്. ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്ന് ലത്തിച്ചാർജ് ചെയ്തു. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും അടി കിട്ടാൻ വയ്യല്ലോ, നമ്മൾ തല്ലുള്ള നാട്ടിൽ നല്ലത് ചെയ്യാൻ പോയിട്ട് തല്ലുള്ള നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് 2 കിട്ടി ഈ വളവിൽ തന്നെ. എന്നിട്ട് ഞാൻ പോയി, ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കായിരുന്നു. പാർട്ടിക്കാർ വരും. ഇന്നലെ ഈ കുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് മുതൽ തുടങ്ങിയ സമരമാണോ? ഇന്നലെ സംഭവം നടന്നത് 5 മണിക്കാണ്, കൃത്യം 5 മണിക്കാണ്. സമരം തുടങ്ങിയത് 5:15 തുടങ്ങിയതാണ്. ആ ഇരുത്താണ് ഈ നേരം വരെ ഇവിടുന്ന് ഒരാളും അണങ്ങിയിട്ടില്ല. ഇത് ഇവിടെ മാത്രമല്ല, ചേരമ്പാടി, കുളപ്പള്ളി, താളൂർ, ഗൂഡല്ലൂർ, ഇന്നൊക്കെ ഗൂഡല്ലൂർ ഫുള്ളായിട്ടുണ്ട്. ഇതിന് നമ്മുടെ ആവശ്യം ഈ പുലിയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണോ? പുലിനെ വെടിവെച്ച് കൊല്ലണമല്ലോ, കൊന്നാലല്ലേ ഇപ്പോൾ ഈ മക്കൾക്ക്. ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു കുഞ്ഞായി, നാളെ ഏത് കുഞ്ഞ് നടക്കില്ലെന്ന് എന്താ സംഭവം, എന്താ ഉറപ്പ്? ഇത് പാർട്ടീനെ വെച്ചിട്ട് ഇത് നടത്തുന്നില്ല. ഇത് ഞങ്ങൾ ജനങ്ങളായിട്ട്
ഇവിടെ എല്ലാം മനുഷ്യന്മാരായിട്ട് ഒരു അമ്മയും പെങ്ങളും മകളായിട്ട് ഞങ്ങളെ മക്കളെ വളർത്തി പോകണം. ഒന്നാമത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഈ നീലഗിരിയിൽ ശരിയില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ അവർ വരും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാർ ഒന്നിച്ച് കൂടി കഴിഞ്ഞാൽ ലത്തിച്ചാർജല്ല. നമ്മൾ നേരെ തോക്കിന് വെടിവെക്കുമ്പോൾ ഉണ്ടുണ്ടാവും, പുളിക്ക് നേരെ ആനക്ക് നേരെ ഉണ്ടുണ്ടാവില്ല, അത് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടാവുള്ളൂ. ഓക്കെ, എസ് കെ, ഏതായാലും ഇവരുടെ ഒരു പ്രതിഷേധവും ഒപ്പം തന്നെ ഇവരുടെ വിഷമവുമാണ് ഇവർ പങ്കുവെക്കുന്നത്. കാരണം വർഷങ്ങളായി ഇവരുടെ ഒരു പ്രശ്നമാണ് ഈ വന്യമൃഗ ശല്യം വരുന്നത്. അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഇവിടെ ഉണ്ടായതും അതിനെ തുടർന്നുള്ള സമരവുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗൂഡല്ലൂർ MLA അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സമരം തുടരുകയാണ്. എസ് കെ, ഈ പുലിയെ വെടിവെച്ച് കൊല്ലാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ഈ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ പുലിയെ പിടികൂടണമെന്നുള്ളതുമാണ് നാട്ടുകാർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. താങ്ക് യു സമീർ സി മുഹമ്മദ്. പന്തല്ലൂരിൽ നിന്നാണ് സമീർ സി മുഹമ്മദ് നമുക്കിപ്പം ചേർന്നത്. യഥാർത്ഥത്തിൽ കൊല്ലത്തെ ഏറ്റവും മഹാരഥന്മാരുടെ അല്ലേ സമീർ ബിൻ കരീമാണ് നമുക്കൊപ്പം ചേർന്ന്. ഞാനും ചെറുത് സമീർ സി മുഹമ്മദ് കിടന്നുറങ്ങാണ്, എണീറ്റിട്ടില്ല. അപ്പോൾ സമീർ ബിൻ കരീമാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ ഈ പ്രഭാതത്തിൽ അനുജ പ്രിയതലക്ഷ്മി, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞതാണ്. കൊല്ലത്തെ പ്രമുഖരായ ആൾക്കാർ, ഇതിൽ പല ആൾക്കാരോടും എനിക്ക് വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഒ മാധവൻ, മുകേഷിൻ്റെ അച്ഛനാണ്. ഒരിക്കലും ഏറ്റവും രസകരമായ ഒരു കാര്യം ഞാൻ മോർണിംഗ് ഷോ പറയുകയും ചെയ്തു. ഒരിക്കലും ഈ വടക്കേവിള എന്ന് പറയുമ്പോൾ ഒരു സ്ഥലമുണ്ട്, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഒ മാധവൻ. അപ്പോൾ ഒരാൾ പരിചയപ്പെടുത്തി ഒ മാധവനെ കണ്ടപ്പോൾ, ഇതാണ് മുകേഷിൻ്റെ അച്ഛൻ ഒ മാധവൻ എന്ന് പറഞ്ഞു. അല്ല, ഒ മാധവൻ പറഞ്ഞു മുകേഷ് എൻ്റെ മകനാണ് എന്ന് പറഞ്ഞു. ഞാൻ ഒ മാധവൻ, പഞ്ചായത്ത് പ്രസിഡന്റ് വടക്കേവിള എന്ന് അദ്ദേഹം തിരുത്തി. അപ്പോൾ അങ്ങനെ മാത്രമല്ല, ഈ കാളിദാസ കലാകേന്ദ്രം എന്നുള്ള ഒരു നാടക സമിതി കൊല്ലത്തുണ്ട്, നിങ്ങൾക്കറിയാം. അദ്ദേഹം KPSCയിൽ നാടക പ്രവർത്തനം, ഡോക്ടർ പോലെയുള്ള പ്രശസ്തമായ നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം ഡോക്ടർ സിനിമയൊക്കെയായി, പിന്നീട് സത്യനൊക്കെ അഭിനയിച്ച സിനിമയായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ എന്ന് പറയുന്ന സിനിമ ഹിറ്റായിരുന്നു, നാടകവും ഹിറ്റായിരുന്നു. അതിനുശേഷം അദ്ദേഹം കൊല്ലത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി വിജയകുമാരിക്കൊപ്പം അദ്ദേഹം കാളിദാസ കലാകേന്ദ്രം ആരംഭിച്ചു. കാളിദാസ കലാകേന്ദ്രത്തിൽ ഒരുപാട് ആൾക്കാർ അഭിനയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കൊല്ലത്തിൻ്റെ നായകന്മാരെ നമ്മൾ വിലയിരുത്തുമ്പോൾ, അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒ മാധവനുണ്ട്. പിൽക്കാലത്ത് മുകേഷ് അറിയപ്പെട്ട സിനിമാ നടനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനും കൂടി അദ്ദേഹം അറിയപ്പെട്ടു എന്നല്ലാതെ. അദ്ദേഹത്തിൻ്റെ 3 മക്കളാണ്. സന്ധ്യ രാജേന്ദ്രനുണ്ട്, ജയശ്രീ ലണ്ടനിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. സന്ധ്യ രാജേന്ദ്രൻ ഇവിടെ നാടക പ്രവർത്തനമൊക്കെ ആയിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നൊക്കെ ഡിഗ്രി എടുത്ത ആളാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് എനിക്കൊന്ന് കാക്കനാടനുണ്ട്, ഭരത് മുരളിയുണ്ട്. മുരളിയുടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കുടവട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് മുരളിയുടെ സ്ഥലം. പിന്നെ വി സാംബശിവൻ. ഈ കഥ നടക്കുന്നത് ആശ്രമ മൈതാനിയിലാണ്. പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിച്ച ആയിഷ പോലെ, 20-ാം നൂറ്റാണ്ട് പോലെ ഒരുപാട് കഥകൾ പറഞ്ഞ് മലയാളികളെ അത്ഭുതപ്പെടുത്തിയ വി സാംബശിവൻ. നിങ്ങൾക്കറിയാം, ഒരാൾ സ്റ്റേജിൽ നിന്ന് കഥ പറഞ്ഞ് ആൻ്റണി ആൻഡ് ക്ലിയോപേട്ര പോലെ ഷേക്സ്പീരിയൻ നാടകങ്ങൾ 20ഓളം 28ഓളം കഥാപാത്രങ്ങളെ ഒറ്റയാൾ നിന്ന് അവതരിപ്പിച്ച് 2-3 കളികൾ ഒരു ദിവസം അങ്ങനെ അവതരിപ്പിച്ച് പ്രേക്ഷക പ്രശംസ നേടി ഒരുപാട് കാലം ഉത്സവപ്പറമ്പുകളിൽ ആവേശം കൊള്ളിച്ച ഒരാളായിരുന്നു വി സാംബശിവൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും ഇവിടെ തുടിച്ചു നിൽക്കുന്ന പോലെ ഡി വിനയചന്ദ്രൻ എന്നുള്ള കവിയുണ്ട്. ആധുനികതയ്ക്ക് വളവും വെള്ളവും നൽകിയ കാക്കനാടുണ്ട്. കാക്കനാടനും മുകുന്ദനും അതുപോലെ OV വിജയനുമായിരുന്നു മലയാള സാഹിത്യത്തിൽ ആധുനികതയുടെ വിപ്ലവം അഴിച്ചുവിട്ടത് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ലളിതാംബിക അന്തർജനം, അഗ്നിസാക്ഷി എന്ന് പറഞ്ഞ ഒറ്റ നോവൽ മതിയായിരുന്നു. നിങ്ങൾക്ക് പ്രസാദം എന്ന് പറയുന്ന ഒരു കഥ ആകാശവാണിയിൽ അവതരിപ്പിക്കുന്നു. ആ നീണ്ട കഥ പിന്നീട് നോവലായി മാറുന്നു. പിന്നീട് അഗ്നിസാക്ഷി എന്ന പേരിൽ ശ്യാമപ്രസാദ് സിനിമയാക്കുന്നു. അപ്പോൾ ഈ അഗ്നിസാക്ഷി ഇവിടെ കൊല്ലം ജില്ലയിലെ തന്നെ കോട്ടവട്ടം എന്ന് പറയുന്ന ഇല്ലത്താണ് ലളിതാംബിക അന്തർജനം ജനിച്ചത്. ഏതാണ്ട് 15 വയസ്സ് വരെ ഈ ഇല്ലത്താണ് അവർ വളർന്നത്. പിന്നെയാണ് പാലയിലെ രാമപുരത്തേക്ക് അവർ ചേക്കേറിയത്. അപ്പോൾ ഇത് ലളിതാംബിക അന്തർജനത്തിൻ്റെ കൂടി മണ്ണാണ്. അപ്പോൾ ഒരു അന്തർജനത്തിൻ്റെ കഥകളിൽ ഇപ്പോഴും തുടിച്ചു നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ കോട്ടവട്ടം തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ ഒരുപാട് ആളുകൾ. അതുപോലെ കൊല്ലത്തിൻ്റെ രവി മുതലാളിയുണ്ട്, അച്ചാണി രവി എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് കാലം നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകനായി എന്ന് മാത്രമല്ല, അച്ചാണി പോലെ അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ അല്ലെ അരവിന്ദൻ്റെ ചിദംബരം പോലെ, സ്വയംവരം പോലെ, അടൂരിൻ്റെ സ്വയംവരം പോലെ ഒരുപാട് നല്ല ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ കൊല്ലംകാരനായിരുന്നു. അച്ചാണി എടുത്തതിന് ശേഷം അച്ചാണി രവി എന്നറിയപ്പെട്ട K. രവീന്ദ്രനാഥൻ നായർ. അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തിച്ച സ്ഥലത്ത് ഇപ്പോൾ സലീം മാലിക്കുണ്ട്. സലീം മാലിക് ഒരു കൊല്ലക്കാരനാണ്.
രവി മുതലാളി ഇന്ന് കൊല്ലക്കാർ വളരെ താല്പര്യത്തോടെ വിളിക്കുന്ന രവി മുതലാളിയുടെ ഓഫീസിലേക്കാണ് നമ്മൾ പോകുന്നത്. സലീം മാലിക്, അവിടെ നിൽക്കുമ്പോൾ താങ്കൾക്കും ഒരുപാട് ഓർമ്മകളുണ്ടാവും. നമുക്ക് രവി മുതലാളിയുടെ സ്ഥാപിച്ച ലൈബ്രറി ഉണ്ട്. പല സിനിമകളിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ ലാഭം മുഴുവൻ അദ്ദേഹം ഇവിടെ വിതരണം ചെയ്തതെന്ന് മാത്രമല്ല, ഇതുപോലൊരു സിനിമാ നിർമ്മാതാവൊക്കെ മലയാള സിനിമയിൽ കാണാൻ കിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു സിനിമാ നിർമ്മാതാവായി ഇതിൽ നിന്നൊരു ലാഭം അദ്ദേഹം ഉണ്ടാക്കില്ല. ആ ലാഭമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. അങ്ങനെ രവി മുതലാളിക്ക് കൂടി പിറന്ന കൊല്ലമാണ് ഇത്. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോകാം. സലീം മാലിക്, ഗുഡ് മോർണിംഗ്. എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. എസ് കെ എൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഓർമ്മകൾ ഞാനിവിടെ നിൽക്കുമ്പോഴുണ്ട്. കാരണം ഞാൻ ഈ ഓഫീസിൽ അദ്ദേഹം ജീവിച്ചിരിക്കെ വന്നിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാന കാലത്ത് കൊല്ലം കോർപ്പറേഷൻ അദ്ദേഹത്തിന് ഒരു ആദരം നൽകിയിരുന്നു. ആ ആദരത്തിൽ പങ്കെടുക്കാനൊക്കെ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഈ കെ രവീന്ദ്രനാഥൻ നായർ കേരളത്തിന് അദ്ദേഹം ഒരു സിനിമാ നിർമ്മാതാവാണ്, ഒരു കശുവണ്ടി വ്യവസായി ആണെങ്കിൽ കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട രവി മുതലാളിയായിരുന്നു. കൊല്ലത്ത് നിർമ്മിച്ച, ഇപ്പോൾ നമ്മൾ കലോത്സവം നടക്കുന്ന 24 വേദികളിലും അദ്ദേഹത്തിൻ്റെ പണം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിയർപ്പുണ്ട് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട സോപാനം ഓഡിറ്റോറിയവും കൊല്ലത്തെ തന്നെ പബ്ലിക് ലൈബ്രറിയും ഉൾപ്പെടെയുള്ള ജവഹർ ബാലഭവനിലെ ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ളവയൊക്കെ പൂർണ്ണമായും അദ്ദേഹം തന്നെ നിർമ്മിച്ച് നൽകിയതാണ്. അതായത് കൊല്ലത്തെ നിർമ്മിച്ച മനുഷ്യനാണ് അച്ചാണി രവി എന്ന് കൊല്ലംകാർ സ്നേഹത്തോടെ വിളിക്കുന്ന രവി മുതലാളി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആ ഓഫീസിൽ അദ്ദേഹം ഏറെക്കാലം 1957 ഈ ഓഫീസ് സ്ഥാപിക്കുന്നത്. അതിനുശേഷം 1962 മുതൽ അദ്ദേഹം ഈ ഓഫീസിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനമൊക്കെ ഉണ്ടായിരുന്നത്. കൊല്ലത്ത് കളക്ടറേറ്റിന് കളക്ടർ ബംഗ്ലാവിന് തൊട്ടിപ്പുറത്താണ് ഈ ഓഫീസ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഓഫീസ്, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും. നിരവധി അവാർഡുകൾ. എസ് കെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ ഒരു സിനിമ ഉണ്ടാക്കി ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കളയാം എന്നുള്ള ചിന്ത ഉള്ള മനുഷ്യനായിരുന്നില്ല അദ്ദേഹം എന്നുള്ളതാണ്. അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണൻ്റെയും അരവിന്ദൻ്റെയും ഒക്കെ സിനിമകൾ നിർമ്മിച്ചു, അതായത് സമാന്തര സിനിമകൾ നിർമ്മിച്ച് ആ സിനിമകളിലൂടെ ഒരു സാമ്പത്തിക നേട്ടവും ഇല്ല എന്ന് ഉറപ്പായിട്ടും പകരം നല്ല സിനിമകൾ മലയാളികൾക്ക് നൽകിയിരുന്നതാണ്. നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ കാണാൻ കഴിയും. ജനറൽ പിക്ചേഴ്സിൻ്റെ ബാനറിൽ നിർമ്മിച്ച എലിപ്പത്തായത്തിൻ്റെ ഒരു ലണ്ടൻ ഫിലിം ഫെസ്റ്റിവൽ പ്രദർശിപ്പിച്ചതിൻ്റെ ഒരു അടയാളം, അതുപോലെ തന്നെ വിധേയൻ നിർമ്മിച്ചതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ ഈ ഓഫീസിൽ തന്നെയുണ്ട്. ആ നിലയിൽ അദ്ദേഹം മലയാളത്തിന് മറക്കാൻ കഴിയാത്ത സേവനങ്ങൾ നൽകിയ വ്യക്തിയാണ്. അത്തരത്തിൽ നിരവധി അടയാളങ്ങൾ മലയാള സിനിമയ്ക്ക് കൊല്ലത്തിനൊക്കെ നൽകിയ മനുഷ്യനാണ് ഇവിടെയുള്ളത്. ഇതാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നതാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്ന ഓഫീസ്. ഇവിടെയും അദ്ദേഹത്തിൻ്റെ നിരവധി ലഭിച്ചിരിക്കുന്ന അവാർഡുകളുണ്ട്. കാരണം അവാർഡുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം സാമ്പത്തിക നേട്ടത്തിനപ്പുറത്തേക്ക് അവാർഡുകൾ, അത്തരത്തിലുള്ള നല്ല സിനിമകളുടെ ഭാഗമായ മനുഷ്യനാണ്, കൊല്ലത്ത് നിർമ്മിച്ച മനുഷ്യനാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പ്രതാപ് നായർ ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുകയും ചെയ്യാം. ചേട്ടാ, അച്ഛൻ നിർമ്മിച്ച പല സ്ഥലങ്ങളും, ആ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ കലോത്സവത്തിൻ്റെ വേദികൾ പലതും. ഒരു വേദിക്ക് അച്ചാണി രവി സ്മൃതി എന്ന് തന്നെ പേരിട്ടിട്ടുണ്ട്. മാത്രമല്ല അച്ഛൻ നിർമ്മിച്ച സ്ഥലങ്ങളാണ് പലതും, പബ്ലിക് ഓഡിറ്റോറിയം, പബ്ലിക് ലൈബ്രറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ എന്ത് തോന്നി കലോത്സവം കൊല്ലത്ത് നടക്കുമ്പോൾ അദ്ദേഹം നിർമ്മിച്ച പല വേദികളും അതിൻ്റെ കലോത്സവ വേദികളായി മാറുന്നു? എങ്ങനെ ഓർക്കുന്നു? അത് അച്ഛൻ ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നു. കൊല്ലത്ത് കലോത്സവം നടക്കുന്ന വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നേനെ. അദ്ദേഹം ഇല്ലാതെ പോയതിൽ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. ഇത്രയും നന്നായി നടക്കുന്നൊരു കലോത്സവം മുമ്പേ നടന്നിട്ടില്ലെന്നാണ് ഞാൻ വാർത്തയിലൊക്കെ കേൾക്കുന്നത്. വളരെ സന്തോഷമുള്ളൊരു സമയമായിരുന്നേനെ ഇത്. എസ് കെ എൻ, ആ നിലയിൽ തന്നെയാണ് കൊല്ലംകാർ ഓരോരുത്തരും അവരുടെ പ്രിയപ്പെട്ട രവി മുതലാളിയെ ഓർക്കുകയും ചെയ്യുന്നത്. എസ് കെ എൻ, താങ്ക് യു സലീം മാലിക്. അപ്പോൾ അനുജ, സുധാ വിഷൽ നിന്ന് വിശ്വം മറയ്ക്കുന്നു. കൊട്ടാരക്കര ശ്രീനാരെയും മക്കളെയും മറന്നു. അതുപോലെ രാഷ്ട്രീയക്കാരെല്ലാവരും ഉണ്ട്. രാഷ്ട്രീയക്കാരെ നമ്മളിപ്പോൾ ഓർമ്മിക്കാൻ ശ്രമിച്ചാൽ കൊട്ടറ ഗോപാലകൃഷ്ണൻ മുതൽ ആർ ബാലകൃഷ്ണനുള്ള ഒരുപാട് ആൾക്കാർ കൊല്ലം ജില്ലയിൽ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ കൊട്ടാരക്കര ശ്രീധരൻ നായരെ ആർക്കും മറക്കാൻ കഴിയില്ല. അപ്പം കാരണം ചെമ്മീനെ, പളനി പോലെ എത്രയോ നല്ല പടങ്ങൾ മലയാളികൾ സമ്മാനിച്ചു. അനുജ കൊട്ടാരക്കരയുടെ പടങ്ങൾ കണ്ടോ? കണ്ടോ? മൈക്ക് കാണിക്കൂട്ടി മറന്നുപോയോ? ചെമ്മീനൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന സിനിമയാണ്. അപ്പോൾ കൊട്ടാരക്കരയെ പോലെ ഒരു വലിയ കൃതകസ്ഥനായ ഒരു നടനെ നേരിട്ടൊക്കെ കാണാനും അദ്ദേഹത്തിൻ്റെ കൂടെ ചായക്കടയിൽ നിന്ന് ചായ അടിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ഒരു അവസരമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് സായി കുമാർ. നിങ്ങൾക്കറിയാം,
ഒരുപക്ഷെ ഒരു കാലത്ത് സത്യൻ, നസീർ, കൊട്ടാരക്കര എന്നൊക്കെ പറയുന്ന ഒരേ റേഞ്ചിൽ പോയിരുന്ന നടന്മാരാണ്. അദ്ദേഹത്തിനൊരു സ്മാരകത്തിന്റെ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന്റെ സ്മാരകം ഇങ്ങനെ പല സ്ഥലത്തും സ്ഥാപിക്കാനായിട്ട് കൊണ്ടു കിടക്കുക. ഒരു കൃത്യമായ സ്ഥലം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ കൊട്ടാരക്കരക്കാരുണ്ടല്ലോ, അവരോട് കളിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെയൊക്കെ ചെയ്ത് കളയും. അപ്പോൾ അതെ അങ്ങനെ വലിയൊരു നടനെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ ആ നടനോട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രവിത, നമ്മുടെ ഒരുപാട് ഇന്ന് ശരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലോത്സവം, ഈ 62ാമത് കലോത്സവം ശരിക്കും കുട്ടികളുടെയാണ്, സംശയമൊന്നുമില്ല. പിന്നെ അധ്യാപകരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, വിദ്യാഭ്യാസ വകുപ്പുണ്ട്. പക്ഷേ ഇത് തീർച്ചയായിട്ടും TV ചാനലിൻ്റെ കലോത്സവം കൂടിയാണ്. നിങ്ങൾ അങ്ങോട്ട് നോക്കി, എത്ര ചാനലുകളാണ് ഇന്ന് ഏതാണ്ട് കേരളത്തിലുള്ള, അല്ലേ? നിങ്ങൾ തെറ്റി എങ്ങനെ പവലിയൻ മാറി കയറിയായിരുന്നു? ഇല്ല, മാറി കയറിയില്ല, കൃത്യമായിട്ട് കയറിയല്ലേ? നമ്മുടെ പവലിയന് തൊട്ട് മുകളിൽ സാറ് പ്രേക്ഷകരെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഇത് നിങ്ങളൊന്ന് കാണുക. അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു വലിയൊരു സ്ക്രീൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് ഈ കലോത്സവത്തിൻ്റെ വേദിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണിക്കുന്നു. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോണം. അഥവാ ഈ നമ്മുടെ റെക്കോർഡിങ്ങിനകത്ത് ഒരു ഇളക്കം ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ആൾക്കാർ തന്നെ ഇളക്കുന്നുണ്ട്. പ്രവിത ഇളക്കിയായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സ്ക്രീൻ വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം? എങ്ങനെയായിരുന്നു? നമ്മുടെ സ്ക്രീൻ തുടക്കം മുതലുണ്ട് സ്ക്രീൻ. അതുകൊണ്ട് ആളുകൾക്ക് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് വാർത്തകളാണ്. ഇനിയിപ്പം കലോത്സവ വാർത്തകൾ മാത്രമല്ല, മറ്റു വാർത്തകൾ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ അവരെ ആശ്രയിക്കുന്നത് സ്ക്രീനാണ്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ, ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ എല്ലാ ചാനലിലെ അവതാരകന്മാരെ ഒന്ന് ഇത് ചെയ്യാം. പക്ഷേ ചിലപ്പം ചാനൽ അവതാരകർ ഓടിക്കളയെന്നുള്ള പേടിയുണ്ടാണ്. അല്ലെ നമ്മളെല്ലാവരും ഒന്ന് കാണിച്ചേനെ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ മനോരമ ന്യൂസിൻ്റെ ഷൂട്ടിങ്ങാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ റിപ്പോർട്ടറും ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ഒരുവിധം മീഡിയ 1, ന്യൂസ് 18, ഏഷ്യാനെറ്റ് ന്യൂസ്, എല്ലാ ചാനലുകാരും ഇവിടെ ഉണ്ട് കേട്ടോ. അവരൊക്കെ സന്തോഷം. അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. കാര്യം നമ്മളെല്ലാം ഒരേ തൊഴിൽ ചെയ്യുന്നവരാണത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ഒരു ബ്രേക്ക് എടുക്കാനുണ്ട്. അനുജ, നമുക്കൊന്ന് ബ്രേക്കിലേക്ക് പോയാലോ? അപ്പോൾ പ്രവിത, ഈ കുറേ വാർത്തകൾ വരുന്നുണ്ട്, ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ വാർത്തകൾ വേണം. പ്രേക്ഷകർ നിങ്ങളുടെ യൂട്യൂബ് സന്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ കൊല്ലക്കാരൊക്കെ ഉണ്ട്, ഒന്ന് പ്രതികരിച്ചാണല്ലോ, നമുക്കൊരു സൂപ്പർ ഊർജ്ജമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു ബ്രേക്ക് പോയി പെട്ടെന്ന് വരാം. ഇടവേള. വീണ്ടും സ്വാഗതം. എനിക്കൊപ്പം മനുജ രാജേഷ്, പ്രവിത ലക്ഷ്മി. നിങ്ങൾക്കറിയുന്ന പോലെ ഇത് നമ്മുടെ ഇവിടുത്തെ പ്രധാന കവാടമാണല്ലേ? പ്രധാന കവാടം. അപ്പോൾ ഈ കവാടം 62ാമത് കേരള സ്കൂൾ കലോത്സവം. നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടിയുടെ പടമുണ്ട്. പിന്നെ മമ്മൂട്ടി വരുന്നുണ്ടെന്ന് ഇവിടെ അല്ലേ? സമാന മമ്മൂക്ക, യു ആർ വെൽക്കം ടു കൊല്ലം. അപ്പോൾ ആശ്രമ മൈതാനത്തിലേക്ക് മമ്മൂക്ക കയറുമ്പോൾ ഇവിടുത്തെ ജനം ഇളകി വരാം. അല്ലെങ്കിൽ തന്നെ കൊല്ലം മൊത്തം ഇളകി നിൽക്കുകയാണ്. ഒരുപക്ഷെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വലിയൊരു ക്രെഡിറ്റാണ് എല്ലാ വർഷവും ഈ കലോത്സവം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ കലോത്സവം ഇത്രയും നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ ജീവനക്കാരെയും, അതുപോലെ പോലീസ്, ഫയർ, അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റെയും, കൊല്ലം ജില്ലാ ഭരണകൂടത്തെയൊക്കെ നമ്മൾ അഭിനന്ദിക്കണം. കാര്യം പിഴവുകളില്ലാതെ ഇത്രയധികം ആളുകൾ, 14,000 കുട്ടികളില്ലേ? 14,000 കുട്ടികളൊക്കെ പങ്കെടുക്കും. 24 വേദികൾ. അതാണ് എൻ്റെ കണക്ക്. ഇതിന്റെ ഇടയ്ക്ക് മാത്രമല്ല ഇവര് നന്നായി സമയക്ലിപ്തത പാലിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മത്സരങ്ങൾ കളിച്ചപ്പോൾ നേരം വെളുത്ത് കളിച്ചില്ലേ? 7:30, അതായത് വൈകിട്ട് 5 മണിക്കെന്തോ തുടങ്ങും എന്ന് പറയുന്ന ഭരതനാട്യത്തിന് ഞാൻ രാവിലെ 3 മണിക്ക് കളിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു അനുഭവം ഉണ്ട്. ഇവിടെ വരുമ്പോൾ കുറേ അപ്പൊ കൃത്യനിഷ്ഠ പാലിക്കുന്നു, സമയനിഷ്ഠ പാലിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സംശയമില്ല. നമ്മളെ ഈ അന്തർദേശീയ വാർത്ത പറയുന്ന ഒരാളെ ഇവിടെ കണ്ടുമുട്ടിയായിരുന്നു. ഇദ്ദേഹം എന്താ ഇവിടെ വന്ന്? മധു കൊട്ടാരക്കര. അപ്പൊ മൈക്കൊന്ന് കൊടുത്തത്. മധു കൊട്ടാരക്കര എന്നാ ഇവിടെ വന്ന് ചാടിയത്? അവിടെ അമേരിക്കയിൽ ഇതുപോലെ വല്ല കലോത്സവം കണ്ടായിരുന്നു? തീർച്ചയായിട്ടും കലോത്സവം നമുക്ക് നടന്നാലോ? അതെ. സാറേ, ഈ കൊട്ടാരക്കരക്കാർക്ക് കലയുമായിട്ട് എന്ത് പരിചയം, ഒരു പരിചയമില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ചരിത്രം അമേരിക്കയിലല്ല കലോത്സവം പ്രമാണിച്ച് വന്നതല്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചരിത്രമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോഴിക്കോട് സാമൂതിരിയാണ്. അതെ, ആ സമയം കോഴിക്കോട് സാമൂതിരിയ ആദ്യം ഇങ്ങനെ ഒരു അധിക്ഷേപം ഉയർത്തിയത്. കലാബോധം ആ ചരിത്രം തന്നെ ഇത്. അതായത് കൊട്ടാരക്കര തമ്പുരാന്റെ മകളുടെ കല്യാണം ഏറ്റവും മനോഹരമാക്കണം തമ്പുരാൻ തീരുമാനിക്കുന്നു. കോഴിക്കോട് സാമൂതിരിയുടെ കൃഷ്ണനാട്ടമുണ്ട്, അത് വളരെ പ്രശസ്തമാണ്. അപ്പൊ ഇതൊന്ന് വിട്ടു തരണമെന്ന് പറഞ്ഞു. സാമൂതിരി പറഞ്ഞു കൊട്ടാരക്കരക്കാർക്ക് എന്ത് കലാബോധം എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്ത് വിട്ടു. തമ്പുരാൻ അത് സഹിച്ചില്ല. കൊട്ടാരക്കര ഗണപതി കുളത്തിന്റെ തിട്ടയിൽ കിടന്ന് രാത്രിയിൽ ഈ സങ്കടം കൊണ്ട്, അപ്പൊ അങ്ങനെ ആ നിലാവെളിച്ചത്ത് ഈ ഒരു ഓളപ്പരപ്പ്, അപ്പൊ അങ്ങനെ പറയുന്നു ഒരു പുതിയ കലാരൂപം, അതാണ് രാമനാട്ടം. അപ്പൊ ഈ കോസ്റ്റ്യൂം ഉണ്ടല്ലോ കഥകളിയുടെ, അത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ആ ഓളത്തിൽ ഉണ്ടായ ആ ചുളിവുകളാണ് വന്നത്. ഈ രാമനാട്ടമാണ് പിന്നെ കഥകളിയായിട്ട്
ഈ പുരാണമൊക്കെ എവിടുന്ന് പഠിച്ചു വന്നു? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതെല്ലാം പഠിച്ചോണ്ട് വന്നു അതല്ലേ എനിക്ക് തോന്നുന്നത് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് അമേരിക്കയിലിരുന്ന് ന്യൂജേഴ്സിയിലിരുന്ന് ഇന്റർനാഷണൽ ന്യൂസ് ഒക്കെ പറയുന്നതിനിടയ്ക്ക് അല്ലേ സെർച്ച് അത് ചെയ്ത്. മാത്രല്ല എസ്കേൻ, മധുചേട്ടൻ എവിടെയാണെങ്കിലേ അവിടുന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, മിന്നസോട്ടയിൽ എന്തോ സ്നോ സ്റ്റോം ഉണ്ടായിട്ടുണ്ട്, ആ വാർത്ത റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അമേരിക്കയിൽ. അമേരിക്കയുടെ കിഴക്കൻ ഭാഗത്ത് മണിക്കൂറുകൾക്ക് മുമ്പ് സ്നോ വന്ന് തുടങ്ങി. ന്യൂയോർക്ക്, ന്യൂജേഴ്സി ഒരു 5 ഇഞ്ച് കനത്തിൽ സ്നോ വരുന്നു. അങ്ങനെ പേടിക്കാനില്ല. പക്ഷെ ഈ വർഷം വീട് എവിടെ ഇല്ലേ? ന്യൂജേഴ്സി. ന്യൂജേഴ്സിയിൽ ആ വീടിന്റെ മേളിൽ കൂടെ മഞ്ഞ് വീഴുന്നുണ്ട്. അപ്പൊ ഭാര്യ ഇവിടെ ഉണ്ടല്ലോ, സുരക്ഷിത. ഭാര്യയോട് ഒന്ന് ജാഗ്രത പാലിക്കാൻ പറഞ്ഞേക്കൂ. സൂക്ഷിച്ചിരുന്നോളൂ, ഏതെങ്കിലും ഒരു അപകടം ഞാനിവിടെ ഒന്നെങ്കിൽ മധു ഇവിടെ ഇല്ല എന്നുള്ളത് അല്ലേ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു വാർത്തയുണ്ട്, നമുക്ക് അങ്ങോട്ട് നടന്നാലോ? നമ്മൾ ഈ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് സ്കെയിൽ. വെളുത്തുള്ളിയുടെ വില, അതെ, വെളുത്തുള്ളിയുടെ വില സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുന്നു എന്നുള്ളത്. വില കൂടുന്നു എന്നാണോ? അതെ, 260 മുതൽ 30 രൂപ വരെ ഒരു കിലോയ്ക്ക്, 300 രൂപ വരെ ഒരു കിലോയ്ക്ക് എന്നുള്ളതാണ്. അപ്പൊ ഇനി വെളുത്തുള്ളി വെച്ചിട്ട് പാചകമൊന്നും ചെയ്യണ്ടെന്നുള്ളതാണ്. വെളുത്തുള്ളി ഏതിലേക്കാണ് സാധാരണ ഉപയോഗിക്കുന്നത്? സാധാരണ നോൺ വെജ് ഐറ്റംസിലാണല്ലോ, ഇറച്ചി, മീൻ അങ്ങനെയൊക്കെ ഉള്ളതിലാണ്. പിന്നെ വെളുത്തുള്ളി അച്ചാറുണ്ട്, അങ്ങനെയൊക്കെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പാമ്പിനെ ഓടിക്കാൻ വെളുത്തുള്ളി ഉപയോഗിക്കും. അതെ, അത് ചതച്ചിട്ടാൽ കൊല്ലം ജില്ലയിലൊക്കെ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഇവിടെ അത്യാവശ്യം പാമ്പൊക്കെ ഉള്ള സ്ഥലമാണത്. അതെ. അപ്പൊ നമുക്കൊരു ഇതിന് കാരണമായിട്ട് എസ്കേൻ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷി നശിക്കുന്നു, വിളവെടുപ്പ് വൈകി എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഒരു പ്രതികരണമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, അത് കണ്ടതിന് ശേഷം റിപ്പോർട്ടറിലേക്ക് പോകാം. പ്രതികരണം. പുതിയത് കൃഷി ആവാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിലുള്ള സ്റ്റോക്കാണ് എല്ലാവരും അവിടുന്ന് രാജസ്ഥാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ നമുക്ക് വിട്ട് കിട്ടുന്ന സാധനം അതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് അതിന് സ്റ്റോക്ക് വെച്ച് വിടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് വില കൂട്ടിയിട്ട് വിൽക്കാനുള്ള കാരണം. ഈ സമയത്തോട് പുതിയ കൃഷി ആവേണ്ടതാണ്, അതാവാത്ത പ്രശ്നം മഴ കാരണങ്ങളൊക്കെയാണ് അവർ പറയുന്ന ഇഷ്യൂ. അപ്പോൾ അത് ഇനി വില കുറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കണം, പുതിയത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് പുതിയ കൃഷി ആയിട്ടുള്ള ഇതിലൊക്കെ നമുക്ക് കിട്ടണം. അത് ജനുവരി ലാസ്റ്റിലൊക്കെ ആയിട്ട് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വില കൂടിയിട്ട് ഇപ്പോൾ 2-3 മാസത്തിൻ്റെ അടുത്തായി, 2 മാസം 2 മാസത്തോളം. അതൊക്കെ 1 കിലോ വാങ്ങുന്നിടത്ത് 200 ഗ്രാം വാങ്ങും, ജാസ്തി വാങ്ങും. സാധാരണ വെളുത്തുള്ളി മാത്രമേ വിലയുള്ളൂ. പച്ചക്കറി സാധനമൊക്കെ വില കുറവാണ്, പച്ചക്കറിക്കൊന്നും വിലയില്ല, ബാക്കി എല്ലാത്തിനും വില കുറവാണ്. വെളുത്തുള്ളി മാത്രമേ വില കൂടുതലുള്ളൂ. ഇപ്പോൾ ചെറുള്ളി വില കൂടുതലുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആശ്രാമത്തേക്ക് അപ്പോൾ നമ്മുടെ പാളയം മാർക്കറ്റിൽ ഇപ്പോൾ രാഹുൽ സുരേഷ് ഉണ്ട്. അപ്പോൾ രാഹുൽ സുരേഷ് വെളുത്തുള്ളിയുടെ കാര്യമോ അനുജ പറഞ്ഞ പ്രശ്നം. രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ആശ്രാമം മൈതാനം. അപ്പോൾ ഇവിടെയാണല്ലോ നമ്മുടെ കലാമേള അടിച്ചു പൊളിക്കുകയാണ്, കലോത്സവം, സ്കൂൾ കലോത്സവം. അപ്പോൾ പാളയം മാർക്കറ്റിലേക്ക് കടന്നപ്പോൾ വെളുത്തുള്ളിയുടെ വില എങ്ങനെയുണ്ട്? ഇപ്പോൾ അനുജ പറഞ്ഞു വെളുത്തുള്ളി ആകെ പ്രശ്നമാണ്, നമ്മുടെ ഉള്ളി പോലെ ആകും ആൾക്കാരല്ലേ? ഓക്കെ, അപ്പോൾ പറയൂ. എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. എസ്കെൻ, ഈ സംസ്ഥാനത്തേക്ക് പ്രധാനമായും വെളുത്തുള്ളി എത്തുന്നത് ഗുജറാത്ത്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അവിടെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ ചില പ്രശ്നങ്ങളാണ് നിലവിൽ ഈ വെളുത്തുള്ളി വില അല്പം വർദ്ധിക്കാൻ കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കുറേയധികം കൃഷി നശിച്ചു, അതോടൊപ്പം തന്നെ വിളവെടുക്കാനും വൈകുകയാണ്. അതാണ് നിലവിൽ വെളുത്തുള്ളിക്ക് വില വർദ്ധിക്കാൻ കാരണമായി പറയുന്നത്. ഹോൾസെയിൽ വില 230 മുതൽ 260 രൂപ വരെയാണ്. അത് ചില്ലറ വിൽപ്പനയായി വരുമ്പോൾ 260 രൂപ മുതൽ 280 രൂപ വരെ 1 കിലോയ്ക്ക് നൽകേണ്ടി വരും. 100 ഗ്രാമിന് 28 രൂപ മുതൽ 30 രൂപ വരെ നൽകേണ്ടി വരുന്നു എന്നാണ് വ്യാപാരികൾ പറയുന്നത്. സാധാരണ പച്ചക്കറിക്ക് കാര്യമായ വില വർധനവില്ല, സാധാ വിലയാണ് മറ്റെല്ലാ പച്ചക്കറികൾക്കും ഉള്ളത് എന്നാണ് ഈ വ്യാപാരികൾ പറയുന്നത്. നമുക്ക് നമ്മളിപ്പോൾ പാളയം മാർക്കറ്റിലാണുള്ളത്. നമുക്ക് ഈ ചേട്ടന്മാരോട് തന്നെ ചോദിക്കാം, ചേട്ടാ എങ്ങനെയാണ് വെളുത്തുള്ളിയുടെ വില, അതോടൊപ്പം മറ്റ് പച്ചക്കറിയുടെ വില എങ്ങനെയാണ്? പച്ചക്കറിക്ക് വില കുറവ് തന്നെയാണ്, എല്ലാ പച്ചക്കറി എല്ലാ സാധനവും വില കുറവാണ്. വെളുത്തുള്ളി മാത്രമേ ഇപ്പോൾ വില കൂടുതൽ, ബാക്കി പച്ചക്കറിയൊക്കെ വില കുറവാണ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ മറ്റു പച്ചക്കറിക്കൊക്കെ വിലക്കുറവാണ്, വെളുത്തുള്ളിക്ക് മാത്രമാണ് നിലവിൽ ചെറിയൊരു വില വർധനവ് ഉണ്ടായിട്ടുള്ളത്. അതും ഏതാണ്ട് 1 മാസം കൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ഈ വ്യാപാരികൾ പറയുന്നത്. എന്താണെങ്കിലും അതനുസരിച്ചാണ് ഈ പച്ചക്കറി മാർക്കറ്റിലെ വില വിവര പട്ടിക. എസ്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അനുജ ബിനോയ് പറയുന്നു നമ്മൾ ഡൽഹിയിൽ വെളുത്തുള്ളിക്ക് 500 രൂപ വിലയെന്ന്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ നിങ്ങൾ ഇവിടെ കുറവാണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് 1000 രൂപയ്ക്ക് വില ഉണ്ടെന്ന് കേരളത്തിൽ വെളുത്തുള്ളിക്ക് വില കൂടി നമ്മൾ പറയണ്ടേ സുഹൃത്തെ? അതാ ഇപ്പം നന്നായി. അപ്പോൾ ഒരു പരാതി നമ്മളെ കുറിച്ച് പറഞ്ഞു കേട്ടോ, നമ്മൾ ജയനെ കുറിച്ച് ഓർമ്മിക്കാത്തതല്ല. നമ്മൾ കൊല്ലത്തിറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ, ആദ്യം നമ്മൾ ആലോചിക്കുന്ന നടൻ പറഞ്ഞ ക്ഷീണ എന്ന് വിളിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ജയനെക്കുറിച്ച് ഓർമ്മിക്കുന്നത് മാത്രമല്ല, തേവള്ളിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മുടെ റിപ്പോർട്ടർ നിൽപ്പുണ്ട്. നമ്മൾ ഈ മോർണിംഗ് ഷോയിൽ അദ്ദേഹത്തെ സ്പെഷ്യലായിട്ട് തന്നെ അനുസ്മരിക്കും. മാത്രമല്ല ഈ ജയൻ അറിയില്ല, നമ്മൾ ഈ കേരള കോൺഗ്രസ്സുകാർ പണ്ട് വളരും തോറും പിളരും തോറും വളരുമെന്ന് പറഞ്ഞ പോലെ
ഈ മരിച്ച അദ്ദേഹം ഓരോ കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹം കൂടുതൽ പ്രശസ്തനാകുന്നു. മിമിക്രി കലാകാരന്മാരിലൂടെ ആണെങ്കിൽ പോലും ജയൻ എന്ന നടൻ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചെറിയ കുട്ടികൾ പുതുതലമുറയിലെ അവർക്കെല്ലാം അറിയാം. ഇത്തിരി മസിലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ജയനെ നമ്മൾ അനുസ്മരിക്കുന്നു എന്ന് മാത്രമല്ല, കൊല്ലത്തിൻ്റെ ഹൃദയമാണ് ജയൻ. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനും പറ്റില്ല. നമുക്കൊരു ബ്രേക്ക് എടുക്കണം. ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ആലത്തൂരിലെ ഗുരുകുലം പബ്ലിക് സ്കൂളുണ്ട്. ആ പബ്ലിക് സ്കൂളിൽ 10 തവണയൊക്കെ മിമിക്രിക്കൊക്കെ പുരസ്കാരം വാങ്ങിച്ച കുട്ടികൾ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അവരിലേക്ക് നമ്മളൊന്ന് പോകും. ബ്രേക്ക് ഒന്ന് കഴിഞ്ഞ് വരട്ടെ. വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞത് പ്രേക്ഷകരോടല്ല, ഇവിടെ നമ്മുടെ ഈ പരിപാടിയൊക്കെ കാണാനായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരോടൊക്കെ ഒരു ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ ഇടയ്ക്ക് പ്രവേദലക്ഷ്മി എന്തോ ഞാൻ മിസ്റ്റേക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു. അതെ, എസ്കെൻ പറഞ്ഞു 10 വർഷമായിട്ട് മിമിക്രിക്കൊക്കെ അങ്ങനെ പറ്റില്ല. 5 തവണ ആകെ 5 തവണ ഒരു ഞാൻ 5 തവണ പങ്കെടുത്തിട്ടുണ്ട്. കാരണം 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ എടുക്കാൻ പറ്റും. വീണ്ടും 8ാം ക്ലാസ്സിൽ പഠിക്കാൻ പറ്റില്ലല്ലോ. അല്ല, എസ്കെൻ പറഞ്ഞതിൽ ഒരു പിശക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗുരുകുലം സ്കൂളിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ആലത്തൂരുള്ള അവര് തുടർച്ചയായി വിന്നേഴ്സ് ആണ്. അതായത് സ്കൂളിന്റെ പോയിന്റ്സ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടുള്ള. അപ്പൊ നമുക്ക് അവരോടുണ്ട്, നമുക്ക് അവരിലേക്ക് പോകാം. അതിന് മുമ്പ് നമുക്കൊരു ഫയർ ബ്രാൻഡ് ചിന്ത വന്നിട്ടുണ്ട്. ചിന്ത ജെറോം. ചിന്ത, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുറെ കാലമായല്ലേ കണ്ടിട്ട്? ഇവിടെയൊക്കെ വിട്ടു പോയായിരുന്നോ? ഇല്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ട്. എവിടെ പോകാൻ അല്ലേ? ഓക്കെ. ചിന്ത, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു സാർ. ഈ കലോത്സവം ഒക്കെ ചിന്ത എനിക്കൊന്ന് പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. എത്ര തവണ? സ്കൂളിൽ പഠിക്കുന്ന സമയത്തെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. പ്രസംഗത്തിലൂടെ ഇങ്ങനെ ഒരാൾ ജീവൻ വെച്ച് എഴുന്നേറ്റ് വന്നല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ തമ്മിലൊക്കെ കയറിയായിരുന്നു കുറച്ച് കാലം. ഓക്കെ. അപ്പോ അന്നത്തെ പ്രസംഗ മത്സരം കണ്ടിട്ട് ഇന്ന് പ്രസംഗ മത്സരം കഴിഞ്ഞോ? ഐറ്റം കഴിഞ്ഞോ? ഇത് പൊതുവെ മത്സരങ്ങളോട് എങ്ങനെ ഉണ്ടായിരുന്നു? പൊതുവെ ജനങ്ങൾ മുഴുവൻ വന്ന് കാണുന്ന ഒരു സ്ഥിതിയാണല്ലോ ഉള്ളത്. എല്ലാവരും വന്ന് ജനങ്ങളെ ഏറ്റെടുത്തൊരു കലോത്സവമായിട്ട് കൊല്ലത്തെ കലോത്സവം മാറിയിട്ടുണ്ട്. ഞാൻ ഒരു രഹസ്യം ചോദിക്കട്ടെ. സാധാരണ ഈ വിദ്യാഭ്യാസ മന്ത്രി കലോത്സവം നടക്കുമ്പോൾ വലിയ ടെൻഷൻ നടക്കുന്നു. മന്ത്രി ശിവൻകുട്ടിക്ക് ടെൻഷൻ ഒന്നുമില്ല? അല്ല, അദ്ദേഹം വളരെ പെർഫെക്റ്റ് ആയി ഇത് സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. അതെ, നവകേരള സദസ്സ് തീർന്ന ആ ദിവസം മുതൽ കൊല്ലംകാരനായി വിദ്യാഭ്യാസ മന്ത്രി മാറി ഇവിടെ വന്ന് താമസിച്ച് അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനം നമ്മളൊന്ന് കാണുന്നുണ്ട്. കാരണം അതായത് ഞാൻ ഈ TM ജേക്കബ് കലോത്സവം നടന്ന കാലം മുതൽ ഇത് ശ്രദ്ധിക്കുന്ന കാര്യം. ഞാൻ കലോത്സവ വേദിയിലൊക്കെ ജഡ്ജിയായിട്ടൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അന്നത്തേക്ക് മന്ത്രിക്കൊക്കെ വലിയ ടെൻഷനാണ്. മറ്റേ അവിടെ ഈ പ്രശ്നം നടക്കുന്നു, ഇവിടെ ഈ പ്രശ്നം നടക്കുന്നു, അവിടെ ആ പ്രശ്നം നടക്കുന്നു, ചായ കിട്ടുന്നില്ല, കുടിവെള്ളമില്ല, അങ്ങനെ 100,000 പ്രശ്നങ്ങൾ. കാര്യം ഇത്രയും ഇപ്പം തന്നെ 14,000 പ്രതിഭകൾ തന്നെ വന്നിട്ടുണ്ട്. അത് പിന്നെ ടീച്ചേഴ്സ്. അപ്പോൾ ഇവരെല്ലാം അടക്കി ഭരിച്ച് മന്ത്രി ശിവൻകുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മുകേഷ് അല്ലേ നമ്മുടെ കമ്മിറ്റി കൺവീനർ? വളരെ നന്നായിട്ട്. അതേപോലെ കൊല്ലത്തെ മന്ത്രിമാര് ബാലവത്സ സജീവമായിട്ടുണ്ട്. ചിഞ്ചുറാണി മിനിസ്റ്റർ ആയാലും രണ്ടുപേരും അതിൽ സജീവമായിട്ടുണ്ട്. ബാലോത്സവ ചെയർമാൻ എന്നുള്ള നിലയിൽ എല്ലാ ഒരുക്കങ്ങളും നന്നായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിത, കലോത്സവം നന്നായിട്ട് നടക്കട്ടെ, നന്നായിട്ട് നടത്തണം. കൊല്ലക്കാരി എന്നുള്ളതിൽ സന്തോഷമുണ്ടല്ലോ. പിന്നെ ഞാൻ ദൃശ്യവിസ്മയത്തിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. അതിന് നന്നായി ആ പരിപാടി ഉദ്ഘാടനത്തിൽ നടന്നു. പിന്നെ തിരക്കിലേക്ക് ഇറങ്ങിക്കോളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ അനുജ, നമ്മുടെ കുട്ടികൾ വന്നിട്ടുണ്ട്. അവര് അതെ, ഗുരുകുലം സ്കൂളിലെ കുട്ടികളാണ് വന്നിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നിങ്ങൾ 5 തവണ സന്തോഷം തോന്നിയിട്ടോ? 10 തവണ തുടർച്ചയായിട്ട് കിട്ടി, 5 തവണ ഒരു ഐറ്റത്തിന് തന്നെയല്ലേ? അങ്ങനെയല്ല, ഇവർ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയ സ്കൂളാണ്. അതായത് കഴിഞ്ഞ വർഷങ്ങളിലായി അല്ലേ നിങ്ങൾ എല്ലാ ഐറ്റംസും വരാറുണ്ട് അല്ലേ? അതെ, മിക്ക ഐറ്റംസ് വരാറുണ്ട്. ഇപ്രാവശ്യം 70ഓളം ഐറ്റംസ് ആണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ ഇന്നിപ്പോ ഇവിടെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഏതെങ്കിലും ഐറ്റം അവതരിപ്പിക്കാൻ വന്നിട്ടുണ്ടോ? വന്നവരാണോ അതോ വ്യക്തിഗത ഇനങ്ങളിൽ വ്യക്തിഗത? ഞാനിന്ന് ചാക്യാർകൂത്ത് ചെയ്യാം. മോണാക്ട് ഇംഗ്ലീഷ് കിറ്റ്. എൻ്റെ ഹിന്ദി കഥാരചന, കവിതാരചന, പദ്യം ചൊല്ലൽ, മിമിക്രി ഇംഗ്ലീഷ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് നിങ്ങൾ എന്താ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? അതെ, ഇവരെല്ലാം വ്യക്തിഗത ഇനങ്ങളിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് മിമിക്രി മിമിക്രിക്കാരനാണോ? മിമിക്രിക്കാരനുണ്ട്, മിമിക്രിക്കാരിയുണ്ട്. അപ്പൊ കാരനും കാര്യം കൂടെ ഒന്ന് ചോദിച്ചേ. ഓക്കെ, റെഡി. നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പനാടാ. ഇത് ജനാർദ്ദനന്റെ തമിഴ്നാടനായ VTV ഗണേഷ്, ജയിലർ സിനിമയിലെ ഡോക്ടറായി അഭിനയിച്ച VTV ഗണേഷ്. மூணுக்குள்ளே பண்ணிட்டு டே நைட் மட்டஸ். அதனால நான் பரையில்ல 93 அப்ப நீட்டா விண்ணு அப்படியே நில்லு. ஸ்ட்ரெயிட் போய் லெஃப்ட் எடுத்து ரைட் எடுத்து 3ാമത്തെ റൂം. ഓക്കെ, താങ്ക് യു. അപ്പോൾ മോളെ മിടുക്കി. ജനാർദ്ദൻ ചേട്ടൻ കേട്ടിട്ടുണ്ടെങ്കിൽ മോൾക്കൊരു പൊന്മോതിരം തരും.
തങ്കപ്പൻ അല്ലടാ ഇത് പൊന്നപ്പൻ എന്ന് അദ്ദേഹം പറയും. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ വർഷവും ഈ സ്കൂൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു പോയിന്റിലല്ലേ സിംഗിൾ. ഓക്കെ, ഹയർ സെക്കൻഡറിയും കൂടെ ഞങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ വർഷം ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ കപ്പ് ഏകദേശം ഉറപ്പിച്ച മട്ടിലാണ്. അപ്പൊ ആ ഒരു ആവേശത്തിലാണ് നിങ്ങൾ എല്ലാവരും അല്ലേ? അവിടെ ഒരാളിരുന്ന് കരയുന്നുണ്ട്, വാർത്ത വായിക്കാനുള്ള ആള്. ഓക്കെ, ഡോക്ടർ ഉന്മേഷിന്റെ. അപ്പൊ താങ്ക് യു, കൺഗ്രാജുലേഷൻ. തകർത്തോളണം. നമ്മുടെ ആലത്തൂരാണ് കേട്ടോ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.